അനു, നീ എന്തിനാ വിഷ്ണു മെസ്സേജ് അയച്ചേ? അവൻ എന്റെ ഫ്രണ്ട് അല്ലേ, അവൻ മെസ്സേജ് അയച്ചപ്പോ ഞാൻ റിപ്ലൈ കൊടുത്തു. അതിനെന്താന്നോ, നിനക്ക് ഈ ആണെങ്കിലും അറിയില്ല. ഞാൻ വല്ല ബ്രേക്കപ്പ് ആയി പോയാണ്ടല്ലോ അവൻ നിന്നെ ഒന്ന് പ്രൊപ്പോസ് ചെയ്യും, നീ കണ്ടോ? പിന്നെ എന്റെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരൊന്നും അല്ല. ഒരാൾ പോയി അപ്പൊ തന്നെ വന്ന് പ്രപ്പോസ് ചെയ്യാം. മിസ്റ്റർ കിരണം എസ്, നീ എന്നെ വിട്ടുപോകില്ല, നിനക്കും അറിയാം എനിക്കറിയാം. ഇനിയിപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും ലാസ്റ്റ് നീ തന്നെ കാലൊടിച്ച് ആ പ്രശ്നം വന്ന് തീർക്കും, വീണ്ടും സെറ്റ് ആവും. പതിയെ ദേഷ്യം പിടിച്ച് വരുമായിരുന്നു, കളഞ്ഞു. അമ്മയാണോ അത്? അവള് തന്നെ. ഞാൻ നിങ്ങളെ സ്വർഗത്തെ കട്ടുറുമ്പാകുന്നില്ല. ഒന്ന് പോയിടി രൂപേ. അനു, ഞാനേ നാളെ വിളിക്കാം. നമ്മുടെ ആ ബെടി വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. ഓ, അടിപ്പരിപാടി ആയിരിക്കും. നടക്കട്ടെ നടക്കട്ടെ. ബേക്കിര ഓവറായൊന്നും അടിക്കാൻ നിൽക്കല്ലേട്ടാ. ഇല്ല ബേബി, ബേബി കഴിച്ചിട്ട് കിടന്നോട്ടോ. ലവ് യു. ഓക്കെ, ലവ് യു ബേബി. ഓക്കെ, ടാറ്റാ. എന്താ സീലാണോ? ആ, നിങ്ങളാ? എന്താണ് ഇവിടെ കള്ളം കയറിയ പോലെ അറിയില്ല. അതിനല്ലേ അവനെ അവിടെ ഇരുത്തേക്കണത്. അപ്പൊ എന്താ അവൻ മേലുണ്ട്. എവിടെ പോയി കിടക്കാ? ഇത്ര നേരമായി കാത്തിരിക്കണത്. നിന്നെ കോക്കിരുന്ന് ഞാൻ തുടങ്ങി. എന്തുവാ ഇവനെ ഞാൻ വളരെ പെർമിഷൻ എടുത്തിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. എടാ സീനൊന്നുമില്ലടാ, ഞങ്ങൾ വിഷ്ണുവിനെ കേസിട്ടായിട്ട് നടക്കായിരുന്നു. ആർക്കിത് എന്തിന്റെ അഴപ്പാ? അവന് കുത്തിക്കഴപ്പ് ഈ ചെക്കനെന്ന് കടയിൽ വെച്ചിട്ടപ്പോ അവൻ പൊട്ടാന്ന് വിളിച്ച്. ഏത് ഇവൻ നോക്കണ കൊച്ചു വർക്കാണ് ഷോപ്പില്. എന്നിട്ട് ആ കൊച്ചിനോടാണ് ആര് പറയാ ഇവന് സംസാരിക്കാനൊന്നും കഴിവില്ല, ഞാൻ പൊട്ടനാണെന്ന്. നിനക്ക് ഓരം പിടിച്ച് പൊട്ടിക്കാറില്ല. സമ്മതിക്കണ്ട ഇവൻ. അപ്പൊ തന്നെ എന്റെ കൈ കയറി പിടിച്ചിട്ട് സീനില്ലാന്ന്. എന്ത് വിട്ടേക്കാൻ? നീ ഇന്ന് പോയാ താഴെ എന്നാ ആരും ഞാൻ വിളിക്കട്ടെ. വിട്ട് കളാത്. ഇതെങ്ങനെ വിട്ട് കളയാനാടാ? നീ ഇപ്പൊ അവനെ വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് അനു നഷ്ടോ? നിനക്കറിയാലോ, എന്റെ കാര്യം അറിയാലോ. എടാ അത് വിത്തേക്ക്, സീനൊന്നുമില്ല, വിത്തേക്ക്. എടാ നിനക്കാ ആരുടെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തേക്കാണ് നിന്നെ അവളെ തെറ്റിക്കാനായിട്ട്. ഇവന്റെ ഒക്കെ മോന്ത് പിടിച്ചിട്ട് നിലത്തിട്ട് ഇറക്കണം. വെറുതെ ഇതാ. നീ ഇതൊരെണ്ണടിച്ച്. കൊന്ന് എടാ ഞാനൊരു കോളിച്ചിട്ട് വരാട്ടാ. ഓ അനുയായിരിക്കും, നടക്കട്ടെ നടക്കട്ടെ. പറയ് ബേബി. നിനക്ക് എന്തിന്റെ പ്രശ്നമാണ് എന്റെ ഫ്രണ്ടിനെ വിളിച്ച് തെറി പറയാനായിട്ട്? തെറിയോ? നീ എന്താണ് ഇപ്പൊ പറയണേ? കിര, നീ അഭിനയിക്കല്ലേ? ഇന്നലെ നീ അവനെ വിളിച്ചില്ലേ? ആ വിളിച്ചായിരുന്നു, പക്ഷെ അതങ്ങനെയല്ല. നീ എന്നോടൊന്നും പറയണ്ട. എടാ ഞാനൊന്ന് പറയട്ടെ. വേണ്ട, എല്ലാം അവൻ എന്നോട് പറഞ്ഞു. എടാ നീ ഒന്ന് എന്റെ ഭാഗത്തുനിന്ന് കേക്കടാ. നീ എന്ത് ടോക്സിക് ആടാ. നിന്നെ സ്നേഹിച്ചാൽ എനിക്ക് എന്നോട് തന്നെ അർപ്പമൊന്നു. അനു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് മടുത്തടാ, എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. നമുക്കിത് നിർത്താം. അനു, ഞാൻ പറയൊന്ന് കേക്കടാ ആദ്യം നീ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട.
അവൻ എന്നെ വിളിച്ചെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മൾ തെറ്റിക്കാൻ അവന് ഉദ്ദേശം. അത് കഴിഞ്ഞ് അവൻ വന്ന് നിന്നെ പ്രപ്പോസ് ചെയ്യും. നീ നീ നോക്കിക്കോ. എൻ്റെ ഫ്രണ്ട്സിനെ എനിക്കറിയാം. എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നീ തന്നെ ഒരു തന്നെ വിളിക്കും. ഒന്ന് വെച്ചിട്ട് പോയടാ. എന്നിട്ട് ഇന്ത്യ കളിച്ചല്ല. ഇന്നത്തെ കളി എന്താടി സഞ്ജു കിടി തങ്ങളി ആയിരുന്നില്ലേ? ഇപ്പൊ എന്തെങ്കിലും ഇരിക്കണം എന്തുറ്റാടാ സുഖമുള്ള എന്താടാ കണ്ണറിഞ്ഞിരിക്കണേ? എന്തൊരു കാര്യം പറ. എന്നാ രകിര എടാ ഞാൻ പറഞ്ഞല്ലേ അവൻ നിങ്ങളുടെ ഇടയിൽ കയറി നിങ്ങളെ തെറ്റിക്കൊന്നു. നീ വന്നേ, ഞാൻ മാർക്കറ്റിൽ കാണും. എന്തിനാണ് ചുമ്മാ വള്ളി പിടിക്കണത്? ഇട്ടുകളാതൊക്കെ എന്താടത്? നിന്റെ ജീവിതം മുമ്പിപ്പിച്ചില്ലേ? ഇതേപ്പ കിരണിന്റെ ഒരുത്തനാണ് അവൻ പ്രേമിക്കുന്ന പെണ്ണിന് മുമ്പിൽ വെച്ച് പൊട്ടാൻ വിളിച്ചേക്കണ്. വന്നേ വാന്നാ നമുക്ക് അവനൊക്കെ എത്തി ഉറക്കാല. എൻ്റെ സമാധാനം കള ഞാൻ ആരുടെ സമാധാനം എനിക്ക് കളയണോടാ. നീ വണ്ടി എടുത്ത് തരാം, നമുക്കിന്ന് അവനെ പൂട്ടണം. എടാ എനിക്ക് ഒരുത്തിനോട് ക്രഷ് അടിച്ച് ട്രൂ ലവ് ആണെന്നാ തോന്നണ. എടാ എനിക്ക് ട്രൂ ലവ് ഒന്നും സെറ്റ് ആകത്തില്ലടാ. തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗം. എടാ അതെ, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് എൻ്റെ പ്രശ്നം നിന്റെ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും. ഏലം പെണ്ണായിരിക്കും. അനു നീ അവനെ ഒഴിവാക്കിയത് നിന്റെ ലൈഫിലെടുത്ത് ബെറ്റർ തീരുമാനമാണ്. നീ നാളെ ഫ്രീ ആണോ? നമുക്ക് സിനിമക്ക് പോയാലോ? വിഷ്ണു, യെസ്. അളിയന്മാരെ വിട്ടോടാ, ഇതൊരു പെണ്ണ് കേസാ. ബോധം പോലെ നടക്കല്ലേ നേരത്തെ എടാ അവൻ വന്നില്ലല്ലോ. പറഞ്ഞത് കൊറേ നേരം പോയല്ല കാണില്ല. ഇതെന്താണ്ടാ ജെറ്റാ? നമുക്കൊന്ന് കറങ്ങിയാൽ ഒരിടെങ്കിലും ഇടിച്ചിട്ട് പോടാ. എന്താ വയ്യ റോഡ് ഒരു കാര്യം. എന്താ കിരണത്തേടാ? ഒന്നുമില്ലടാ, അവൻ ചത്തില്ലേ? ഇനി കഴപ്പാട്ടെന്ന തീർത്താളും പന്നി. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന അവനൊക്കെ ഇട്ട് തുടങ്ങിയപ്പോ തന്നെ ഓടി. ഇത് ഏത് വണ്ടിയിലേക്കാടാ? അനുവിന്റെ. ഇനി എത്രടി പെൻഡിങ് ഉണ്ടാ? നിനക്കിത് എന്തിന്റെ ക്രിമിനേടിയാണ്? നിർത്താൻ പാടില്ലേ?
ഹലോ ഹലോ കിര, എൻ്റെ വർക്ക് കഴിഞ്ഞു. എനിക്കിതിനൊന്ന് കാണണമായിരുന്നു. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയേ, എൻ്റെ പുറകെ തന്നെ ഉണ്ട്. നീ എൻ്റെ ബാക്കിലുണ്ടായിരുന്നു. ഞാൻ നിന്നിട്ട് എവിടെ പോവാനാ? നീ എന്നെ മറന്നില്ലേ? എന്നെ ഞാൻ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എടാ എന്താ എന്നോട് പറയാനുള്ളത് നിനക്ക്? എടാ അത് പറയ്. വിഷ്ണുല്ലേ, അവൻ ഫ്രോഡാടാ. നീ പോയതിനു ശേഷം അവൻ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് ഐഷുല്ലേ, അവളോട് പോയി എന്നെ കുറ്റം പറഞ്ഞിട്ടു. എന്നിട്ട് അവളെ തന്നെ പോയി പ്രപ്പോസ് ചെയ്തിരിക്കണ ഞരമ്പ്. എടാ ഇപ്പോൾ മനസ്സിലായില്ലേ, എല്ലാ ബോയ്സും ഒരുപോലെ അല്ലാന്ന്. ഗോളിയത്തെ പോസ്റ്റിൽ ഗോടിക്കാൻ നിൽക്കുന്നവരുമുണ്ട്. കിര, നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല? അനു, ഈ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എല്ലാ ബോയ്സിനോട് കുഴപ്പമുണ്ട്. എത്രയൊക്കെ ദേഷ്യം വന്നാലും അവരതെല്ലാം മറന്ന് പിന്നെയും അവരെ പുറകെ പോകും. പിന്നീട് അതിനു മുമ്പ് ഉണ്ടായ ദേഷ്യം ഓർത്ത് റിഗ്രറ്റ് അടിച്ച് ഞങ്ങളില്ലാണ്ടാവും. കിര, ഞാൻ ഹഗ് ചെയ്തോട്ടെ? വാടാ.